കാണുന്ന നമ്മുടെ ഇന്ത്യൻ്റെ ഡ്രസ്സ്, ഇന്ത്യൻ്റെ സ്പെഷ്യൽ വളകൾ വെച്ചിട്ടുണ്ട്, മാല വെച്ചിട്ടുണ്ട്, കമ്മൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മല്ലു കേരളം മലയാളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചൈനീസ് ഫ്രണ്ട് ഇതേ സംഭവം ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നുള്ളത് നമ്മുടെ സിയാൻ ജോത്തോങ് യൂണിവേഴ്സിറ്റീൻ്റെ സിൻജിങ് ക്യാമ്പസിലാണ്. അപ്പോൾ ഈ സിൻജിങ് ക്യാമ്പസിൽ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സിൻജിങ് ക്യാമ്പസാണ് നമ്മുടെ മെയിൻ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ നമ്മളുള്ളത് യാന്ത ക്യാമ്പസിലാണ്, അതാണ് മെഡിക്കൽ ക്യാമ്പസ്. സിൻജിങ് ക്യാമ്പസാണ് നമ്മുടെ മെയിൻ യൂണിവേഴ്സിറ്റീൻ്റെ മെയിൻ ക്യാമ്പസ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു പോർഷനാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്ന ഒരു മ്യൂസിയം ഉണ്ട് നമ്മുടെ ഉള്ളിൽ, അതായത് കൾച്ചറൽ എക്സിബിഷൻ മ്യൂസിയം പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ പല രീതിക്കുള്ള ട്രഡീഷണൽ ഡ്രസ്സും ഓരോ കൺട്രീൻ്റെ ട്രഡീഷണൽ ഡ്രസ്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റേ സിൽക്ക് ബെൽറ്റ് റോഡിൻ്റെ ഒരു ആനിവേഴ്സറി എന്തോ സംഭവമായിട്ടുള്ള ഒരു ഇവൻറ്റിന് നമ്മൾ വന്നേക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലത്തെ ഭാഗം വരുന്നത്. ഇതുവരെ ചൈനീസ് ഫാനൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ബാംബൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റഡ് ഫാനാണ് ഈ സംഭവം. അതിൽ കുറേ പെയിൻറ്റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറേ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ നല്ല രീതിക്കുള്ള പെയിൻറ്റിങ്ങും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്സും ഒക്കെ ഇട്ടിട്ടുള്ള ഓരോ ഡ്രസ്സ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് സിൽക്ക് ബെൽറ്റ് റോഡിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ പല രീതിക്കുള്ള ഫാനുകൾ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർണമെൻറ്റ്സ് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. സിൽവർ നെക്ലസ്, കസാക്കിസ്ഥാനിലെ സിൽവർ നെക്ലസ് ആണ്. പിന്നെ ഇവിടെ ഇതെന്താണ് ബസിക്കൽ ഡ്രസ്, ഉറക് ഫർഹാറ്റാണ് ഈ സംഭവം വരുന്നത്. പിന്നെ ഇവിടെ കുറേ തൊപ്പികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കസാക്കിലത്തെയാണ് ഈ സംഭവം വരുന്നത്, കസാക്കിസ്ഥാൻ്റെയാണ് ഇത് മൊത്തം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ റഷ്യൻ്റെ കൾച്ചറൽ ഡ്രസ്സൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റഷ്യൻ്റെ എങ്ങനെയാണ് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ, ട്രഡീഷണൽ ഡ്രസ്സും പെയിൻറ്റിങ്ങും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് റഷ്യൻ പ്ലേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സൂനിയർ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഓരോ കൺട്രീസിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്കാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഡോളൊക്കെ വെച്ചിട്ടുണ്ട്, റഷ്യൻ സ്പെഷ്യൽ ഡോൾസ്. ജർമ്മനി, യുക്രൈൻ, അങ്ങനെ കുറേ രാജ്യത്തിനെയൊക്കെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടമാനം രാജ്യത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ രാജ്യത്തെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സിറ്റിയിലത്തെ ഓരോ ആൾക്കാരുടെയൊക്കെ പൂർവികരുടെയൊക്കെ ഓരോ ബുക്കുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ അപ്പുറത്തോട്ട് ഇനിയും വേറെ ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയിലത്തെ ഓരോ പഴയ ഇവൻറ്റ്സും സംഭവങ്ങളൊക്കെ. പിന്നെ കുറേ ഇവിടുത്തെ ഓരോ ചൈനീസ് ട്രഡീഷണലായിട്ടുള്ള ഓരോ പരിപാടിയുടെയൊക്കെ പഴയ CD ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഓരോ ഷോയൊക്കെയാണ്, ചൈനീസ് ഷോസിൻ്റെയൊക്കെയാണ് ഇത് കൊടുത്തേക്കണത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വരുന്നത് മലേഷ്യൻ്റെ സംഭവമാണ്. മലേഷ്യേൻ്റെ എന്തോ ഒരു ബോൾ പോലത്തെ ഐറ്റാണ് ഇത് വരുന്നതൊക്കെ. 1940s ഗെയിം കളിച്ചതിൻ്റെ എന്തോ സംഭവമാണ്. അപ്പോൾ തലമപ്പന്ത് പോലത്തെ എന്തോ ഒരു കളിയുടെ എന്തോ സംഭവം തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ പോസ്റ്റ് കാർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മലേഷ്യൻ പോസ്റ്റ് കാർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കേൻ്റെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീലങ്കൻ കോസ്റ്റ്യൂം വരുന്നത്, പിന്നെ ശ്രീലങ്കേൻ്റെ എന്തോ ഹാൻഡ് ക്രാഫ്റ്റ് എന്തോ സൊവിനിയർ എന്തോ ഐറ്റം. പിന്നെ ഇവിടെ കുറച്ച് ആനയൊക്കെ ഉണ്ട് കേട്ടോ, ശ്രീലങ്കേൻ്റെ ആനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ശ്രീലങ്കേൻ്റെ മാപ്പും കൊടുത്തിട്ടുണ്ട്, സിലോൺ. അങ്ങനെ ശ്രീലങ്കേനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ കാണുന്ന നമ്മുടെ ഇന്ത്യൻ്റെ ഡ്രസ്സ്. ഇന്ത്യൻ്റെ ഏതാ ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുർത്തേൻ്റെ എന്താ സംഭവം ഷെർവാനിയാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഗേൾസിൻ്റെ ഡ്രസ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ കോസ്റ്റ്യൂം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ സ്പെഷ്യൽ വളകൾ വെച്ചിട്ടുണ്ട്, മാല വെച്ചിട്ടുണ്ട്, കമ്മൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ഇറാൻ്റെ എന്തെല്ലാം സംഭവമുണ്ട്. പിന്നെ യമൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, യമൻ്റെ സൊവീനിയേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. യമൻ എല്ലാവരും കത്തി പിടിച്ചിട്ടൊക്കെ ഇല്ല നടക്കുക, അതിൻ്റെ സൊവീനിയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈജിപ്തിൻ്റെ സംഭവങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല. അങ്ങനെ ഓരോ കൺട്രീസിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്ക് കൾച്ചറൽ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള രീതിക്കൊക്കെയാണ് വെച്ചേക്കുന്നത്. കംബോഡിയൻ്റെ ഒരു സ്റ്റോളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊറോക്കോൻ്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് മൊറോക്കോൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ്. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്തോറ, അങ്ങനെ എന്തോ ആണ് പേര് വരുന്നത്. ഇനി ഇവിടെ തായ്ലാൻഡിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. തായ്ലാൻഡിൻ്റെ ഒരു സ്പെഷ്യൽ പെയിൻറ്റിങ് ആൻഡ് ഡാൻസ് ആർട്ട് ഫോം. ഇത് പപ്പറ്റ് ഷോ പോലത്തെ എന്തോ സംഭവം തോന്നുന്നു. പിന്നെ നമ്മുടെ മൗത്തായിൻ്റെ ഗ്ലൗസും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മ്യാൻമാറിൻ്റെ ഷോൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മ്യാൻമാറിൻ്റെ സ്പെഷ്യൽ ഒരു സോവിനിയർ ഐറ്റം പോലെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മ്യാൻമാർ ഭാഷയിലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്കും അതേപോലെ ഓരോ റിപ്പബ്ലിക് ഓഫ് കൊറിയേൻ്റെ ഒക്കെ സാധനങ്ങളാണ്. അങ്ങനെ പല രാജ്യങ്ങളിലെയും ഇവിടെ നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഇവന്റ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹോസ്റ്റ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ചൈനീസ് പിള്ളേരുടെ ഈസ്റ്റ് വെസ്റ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്രോഗ്രാം. അടുത്തതായിട്ട് വുമൻ ഫാൻ ആർട്ട് ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഈ ചൈനീസ് ഫാന്, സ്പെഷ്യലായിട്ടുള്ള ഫാന് നമ്മുടെ മ്യൂസിയത്തിലോട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വാട്ടർ ഡിപ്പിംഗ് സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഫാന് വന്ന്, ചൈനീസ് ഫാന്, നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ വാട്ടർ ഡിപ്പിംഗ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പെയിൻറ് ചെയ്ത സാധനം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാലിഗ്രഫിയിൽ എന്തെല്ലോ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിയറ്റ്നാമിൻ്റെ ഇതാണ്. ഇത് ഇവിടെ വിയറ്റ്നാമീസിൽ എന്തെല്ലോ എഴുതിയിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചൈനീസിൽ എന്തെല്ലോ എഴുതുന്നുണ്ട്. നമുക്ക് ചൈനീസ് കാലിഗ്രഫി ഒന്നും എഴുതാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു വെള്ള ഷീറ്റ് അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മലയാളി, കേരളം എന്നൊക്കെ നമ്മൾ തന്നെ ഒരു കാലിഗ്രഫി മോഡലൊക്കെ നമ്മൾ അങ്ങോട്ട് മലയാളത്തിൽ അങ്ങ് എഴുതി കൊടുത്തു അവിടെ. Like I'm from India. India. Yeah. But this is not Indian language. I live in the south part of India. Kerala. Yeah, it's another state in Kerala. Sorry. 好啊。Then what should I do?没特。 Can I try to Yeah, sure. write the calligraphy of your country, of your language? Yeah, sure. I can try. Maybe I can try. Yeah. Let me try. Yeah, sure. അപ്പോൾ നമ്മളിവിടെ മല്ലു, കേരളം, മലയാളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചൈനീസ് ഫ്രണ്ട് ഇതേ സംഭവം ട്രൈ ചെയ്ത് നോക്കുകയാണ്. മാന്ന് എഴുതിയിട്ടുണ്ട്. നില എഴുതുന്നത് മല്ലുവാണ് ഇട്ട് എഴുതുന്നത്. യെസ്. Yeah, it's good. Yeah, it's done. It means Malu. Malu. Yeah, Malu. What's the Malu? Malu means the like citizen, like the people of Kerala. Oh. Yeah. I can try one more. Yeah, you can try this one. Oh yeah. ഈ പുള്ളി കേരളം എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും എഴുതിയിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം. You just start from this side. Yeah. Start from this. From this? Yeah, then over here. From this? Yeah. Oh, okay. I know it. It's the same letter in my language. Your language also okay. Yes. Yeah, that's it. Is that right? Yeah. Yes. Is that Kera. right? Yeah. These are correct. Yeah. 因为我一直很紧张，我怕我记错了。太难看了，不行，不想写了。但是你也说的很好。 പുള്ളി ലായൊക്കെ അങ്ങ് വളച്ച് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ പൂജയുടെ സ്ഥലമില്ല. ഓക്കെ. I don't know. This is his country. It's like my state. Like from India, the south part. In south side there is one state called Kerala. 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 Yeah. What's the meaning? It's a province. Yeah, it's kind of province. From India. Yeah, I'm from India. അപ്പോൾ എഴുതിയിരുന്നു നമ്മുടെ. അപ്പോൾ അദ്ദേഹം നമുക്ക് സിഗ്നേച്ചറൊക്കെ ഇട്ട് തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് ഇട്ട് തന്നിരിക്കുന്നത്. 不是，我就看你们能看出来。如果你们看不出来，你们
അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ താഴത്തെ ഫ്ലോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൈനീസ് ഒപ്പേറൻ്റെ കുറേ ക്യാരക്ടേഴ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും ഗൈസ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇത് ഒരു താടി പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വേറെ ഏതൊരു ക്യാരക്ടറാണ്. നമുക്ക് അങ്ങനെ ഒപ്പേറേനെ പറ്റിയിട്ടൊന്നും വലിയ രീതിക്കുള്ള അറിവൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് പറഞ്ഞിട്ട് തള്ളായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറേ മുടീൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ നമ്മുടെ നാട്ടിലത്തെ കഥകളി സംഭവങ്ങളുടെയൊക്കെ പോലെ തന്നെ ഇവർക്കുള്ള ഒരു സംഭവമാണ് ഈ ചൈനീസ് ഒപ്പേറേൻ്റെ ഡ്രാമിങ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഓരോ കലാരൂപങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കഥകളിക്ക് ഓരോ ചുട്ടിയിടുന്ന പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ്, അതായത് അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇവരുടെ ചൈനീസ് രീതിക്കുള്ള ഒരു ഐറ്റമാണിത്. അതിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നേരെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന് യൂസ് ചെയ്തിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ഡ്രമ്മും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വയലിൻ പോലത്തെ ഓരോ സാധനങ്ങൾ. പിന്നെ ഇത് ഇങ്ങനെ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കഥകളീനെ പോലത്തെ ഒരു സംഭവം അത് തന്നെയാണ് എനിക്ക് തോന്നണത്. കാരണം ചെണ്ട സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പി പി ഉണ്ട്, പി പി അല്ല എന്തോ കുഴലൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അവരുടെ ഇങ്ങനെയാണ് ഈ ഒരു മ്യൂസിക്കിൻ്റെ സംഭവം ഉണ്ടാവുക. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഓരോ ഡ്രാമേനെ പറ്റിയിട്ടുള്ള അതിൻ്റെ പാട്ടുകളും സംഭവങ്ങളൊക്കെ. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ നോക്കട്ടെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ ഇടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാട്ടുകളും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറീസ് എഴുതിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ബുക്കുകൾ. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിന് പഠിത്തം മാത്രമല്ല ഇങ്ങനത്തെ കുറേ കൾച്ചറും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇതൊക്കെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയാണ് കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ക്യാരക്ടേഴ്സിൻ്റെ ഉണ്ട്. ഇനി ഇവിടുത്തെ ഞാൻ ഫുൾ ഫേസ്, അതായത് ഫുൾ കോസ്റ്റ്യൂമുള്ള ഭാഗം കാണിച്ചു തരാം. ഇതാണ് ഫുൾ കോസ്റ്റ്യൂം വരുന്നത്. ഇങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ഉണ്ടാവുക. കണ്ടോ ഫേസ് ഇത്രയും അടിപൊളിയാണ്. നമ്മുടെ ഓരോ ചൈനീസ് കൾച്ചറും സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ആ ട്രഡീഷനൊക്കെ ഇപ്പോഴും എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാക്കാനും ഇവിടെ എപ്പോൾ വേണമെന്ന് വന്ന് പഠിക്കാനുമുള്ള രീതിക്കാണ് ഇവിടെ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിധി സൂക്ഷിച്ച് വയ്ക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. പണ്ടത്തെ ഓരോ പെട്ടികളാണ് നിധി സൂക്ഷിച്ച് വയ്ക്കുന്ന സംഭവം. ഇത് നമ്മൾ പുറത്തെവിടെയല്ല, പുറത്തൊരു മ്യൂസിയത്തിൽ പോണ പോലെയല്ല, ഇത് യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ ആ ഒരു ഹിസ്റ്ററിയും ഇതൊക്കെ അറിഞ്ഞ് പഠിക്കാനായിട്ടുള്ളൊരു സംഭവമാണിത്. ഇവിടെ ചണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പണ്ടത്തെ വരെ ഇങ്ങനെയാണ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതെന്നൊക്കെ കാണിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാളും പരിചയും യുദ്ധത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അമ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പല്ലക്കാണോ അങ്ങനെ കേട്ടത്. പിന്നെ അതിൻ്റെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഷൂസും സംഭവങ്ങളും. ഇത് കിങ്ങിൻ്റെയും ഓരോ കോസ്റ്റ്യൂമുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പോലത്തെ കോസ്റ്റ്യൂംസ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൾച്ചറൽ എക്സിബിഷൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചൈനീസ് ഫ്രണ്ടിനെയും കൊണ്ട് നമ്മുടെ മലയാളം കേരള എന്നൊക്കെ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് കോസ്റ്റ്യൂംസും സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ സിൻജിങ് ക്യാമ്പസിലത്തെ ഉള്ളൊരു കൾച്ചറൽ എക്സിബിഷൻ ഹോളാണ്. നമ്മുടെ ഇത്രയും ഇനിയുണ്ട്, കുറേ കൺട്രീസിലത്തെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇടയ്ക്ക് കൾച്ചറൽ എക്സിബിഷനും സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഫാഷൻ ഷോ സംഭവങ്ങളൊക്കെ എല്ലാവരുടെയും കൾച്ചറൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫാഷൻ ഷോ ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.